സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെ 31 പേരുകളടങ്ങിയ ആദ്യഘട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകാരം നൽകിയിരിക്കുകയാണ്. എൽദോസ് കുന്നപ്പിള്ളയുടെ കേസ് സംബന്ധിച്ച ഫയലുകൾ പരിശോധിച്ച ശേഷം മാത്രമാകും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അന്തിമ തീരുമാനം. IC ബാലകൃഷ്ണന് വീണ്ടും മത്സരിക്കാൻ നേതൃത്വം അനുമതി നൽകിയതായും ഇതോടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ട പട്ടിക ചർച്ച ചെയ്യാൻ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ MP-മാർ ചിത്രത്തിലേ ഇല്ല എന്ന് മധുസൂദൻ മിസ്ത്രി വ്യക്തമാക്കി. 31 സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇപ്പോൾ അന്തിമഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് മധുസൂദനൻ മിസ്ത്രി വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കും മുൻപ് ഒന്നിലേറെ തവണയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗങ്ങൾ ചേർന്നത്. കേരളത്തിൽ നിന്ന് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ഒന്നിലേറെ തവണ AICC ആസ്ഥാനത്ത് വെച്ച് സ്ക്രീനിംഗ് കമ്മിറ്റിയുമായി യോഗം നടത്തി. തുടർന്ന് KC വേണുഗോപാലുമായും എല്ലാം നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2 ദിവസത്തെ മാരത്തൺ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് ചേർന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മധുസൂദൻ മിസ്ത്രിയും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്കൊപ്പം യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. 31 പേരുടെ പട്ടികയിൽ സിറ്റിംഗ് MLA-മാരുടെ പേരുകൾക്ക് അംഗീകാരം ലഭിച്ചു എന്ന് പറയുമ്പോഴും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഫയലുകൾ കണ്ട ശേഷം എൽദോസ് കുന്നപ്പള്ളിയുടെ പെരുമ്പാവൂർ സീറ്റ് സംബന്ധിച്ച് എന്നിട്ടേ തീരുമാനമുണ്ടാകൂ എന്ന് തന്നെയാണ് മധുസൂദൻ മിസ്ത്രി സൂചിപ്പിക്കുന്നത്. അതേസമയം പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ സിറ്റിംഗ് MLA-മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താതെ തീരുമാനമായിട്ടുണ്ട് എന്ന ചില സൂചനകളുമുണ്ട്. എൽദോസ് കുന്നപ്പള്ളി അടക്കം അവശേഷിക്കുന്ന സീറ്റുകളിലും സ്ഥാനാർത്ഥികളും സംബന്ധിച്ച ചർച്ചകൾ മറ്റന്നാൾ ഡൽഹിയിൽ നടക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം മറ്റന്നാൾ വീണ്ടും ചേരുമ്പോൾ അവശേഷിക്കുന്ന സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ കൂടി അന്തിമഘട്ടത്തിലെത്തിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. അതേസമയം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസ് MP-മാർ ചിത്രത്തിലേയില്ല എന്നാണ് മധുസൂദൻ മിസ്ത്രി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചവർക്കുൾപ്പെടെ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ ഇതിനു മുൻപ് കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തേണ്ടി വരും. MP doesn't come in picture, no? Yeah. ക്യാമറാമാൻ വൈശാഖ് ജയ്പാലിനൊപ്പം വിഷ്ണുപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.